ഇതുപോലെ കേട്ടിട്ടുള്ള വേറൊരെണ്ണമാണ് ഈ ബലൂൺ സർജറി, അല്ലെങ്കിൽ ബലൂൺ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വണ്ണം കുറഞ്ഞോളും എന്നുള്ളത്. അതെന്താ സാർ ഡോക്ടറെ സംഭവം? ഈ മെഡിക്കൽ വെയിറ്റ് റിഡക്ഷൻ ഒരു സോ മെനി ഓപ്ഷൻസ് ഉണ്ട്. സർജറി ഇസ് ദ ലാസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത്. ഇതെല്ലാം ചെയ്തിട്ട് വർക്ക് ചെയ്യാത്തതാണ്. അപ്പം വേറെ മെഡിക്കേഷൻസ് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, മെഡിസിൻസ് ഇപ്പോൾ പുതിയതായിട്ട് മൊഞ്ചാറോ എന്ന പുതിയ ഡ്രഗ്സ് ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ദെൻ എൻഡോസ്കോപ്പിക് ആയിട്ട് ബലൂൺ. ഇതുമല്ല, ദ ഹോൾ കോൺസെപ്റ്റ് ബലൂൺ 6 months വയറിലിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വയറൊക്കെ ഒരു ബ്ലോട്ടഡ് ആയിട്ടിരിക്കും. അധികം കഴിക്കാൻ പറ്റത്തില്ല. ഇവൻച്വലി വെയിറ്റ് ലോസ് ചെയ്യും. ബട്ട് അഗൈൻ മോട്ടിവേഷൻ അണ്ടർലൈൻ ചെയ്തതാണ്. മോട്ടിവേഷൻ ഇല്ലാതെ ഇറ്റ് ഇസ് ഓൾവേസ് ഗോയിങ് ടു കം ബാക്ക്. പിന്നെ എൻഡോസ്കോപ്പിക് ആയിട്ടാണ് ഈ ചെയ്യുന്നത്. സർജിക്കൽ നമുക്ക് എൻഡോസ്കോപ്പിക് ആയിട്ട് ഫ്യൂച്ചർ ചെയ്ത് അകത്തൂടെ ചെയ്യാനുള്ള പുതിയ നൂതന ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇതിലൊന്നും റെഡി ആകാത്തവർക്കാണ് നമ്മൾ സാധാരണ സർജിക്കൽ സൈഡിലോട്ട് വിടുന്നത്. സോ അതായത് പേഷ്യന്റെ കോംപ്ലയൻസും പേഷ്യന്റെ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ. ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയ ട്രീറ്റ്മെന്റുകളാണ്. അപ്പോൾ ഈ സർജറിയുടെ കാര്യം പറഞ്ഞാലും ബലൂൺ ട്രീറ്റ്മെന്റ് എക്സ്പെൻസീവ് ആണ്. ഈ മെഡിക്കൽ സർജറി അവോയ്ഡ് ചെയ്യാനുള്ള സർജറി വൺ ടൈം സൊല്യൂഷൻ ആണല്ലോ. സർജറി ഇസ് എ വൺ ടൈം സൊല്യൂഷൻ. മെഡിസിൻ ആകുമ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമ്മൾ എടുക്കേണ്ടി വരും. ഒരു സ്റ്റാറ്റസ് അനുസരിച്ചാണ് ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. സർജറി ചിലപ്പോൾ ആൾക്കാർക്ക് ഇനിഷ്യലി തന്നെ സർജറിക്ക് പോകേണ്ടി വരും. കാര്യം വളരെ മോർബിഡ് ഒബിസിറ്റി ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല തുടക്കത്തിലൊക്കെ ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇനിഷ്യലി തന്നെയായാലും ചിലപ്പോൾ സർജറിക്ക് പോകേണ്ടി വരാം. അങ്ങനെയുള്ളതുകൊണ്ട് പിന്നെ ഇപ്പൊ ബലൂൺ പണ്ടത്തെ പോലെ എൻഡോസ്കോപ്പി തന്നെ ചെയ്ത് ഇടണമെന്നില്ല. ന്യൂവർ ബലൂൺസ് ഉണ്ട്. സ്വോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബലൂൺസും ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണ് വെച്ചെന്ന് പറഞ്ഞു വന്ന പേഷ്യൻസ് മുരളി ഡോക്ടർക്കുണ്ടോ? പലപ്പോഴും ഇതുപോലെ വരാറുണ്ട്. സർജറി കഴിഞ്ഞിട്ടും വീണ്ടും നമ്മുടെ ഫോളോ അപ്പിൽ അങ്ങനത്തെ പേഷ്യൻസും ഉണ്ട്. പലയിടത്തും സർജറി കഴിഞ്ഞിട്ടുള്ളതും നമ്മുടെ അടുക്കെ ഫോളോ അപ്പിനായിട്ട് വരുന്നവരും. പലതും മോട്ടിവേഷൻ കുറഞ്ഞവരാണ് പലരിലും. പക്ഷെ അല്ല, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞു വിടുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അവയർനെസ് കൊടുക്കുക പിന്നെ അൾട്ടിമേറ്റ്ലി ഇത് ആർക്കാണോ പ്രയോജനം. പിന്നെ ഈ മെഡിസിൻസ്, പുതിയ മെഡിസിൻസ് ഭയങ്കര എഫക്റ്റീവ്. പൈസ ഉണ്ടെങ്കിൽ അതാണ് അടുത്ത ഓപ്ഷൻ.